അപ്പോൾ നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു കാര്യങ്ങൾ. അതായത് ട്രിച്ചിക്ക് പോകുന്ന ഇന്റർസിറ്റി പ്ലാറ്റ്ഫോമിലെത്തി. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കോട്ടയം വേണ്ടി നമ്മൾ വരാൻ വേണ്ടിയിട്ട് കാത്തു കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മുന്നിൽ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് ഞാൻ നടക്കുമായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറകിൽ ട്രിച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വരുന്ന ഇന്റർസിറ്റിയും കൂടെ വന്നു കയറി. അപ്പം അങ്ങനെ 3 വണ്ടികൾ ഒന്നിച്ച് ടൗൺ സ്റ്റേഷന്റെ പരിസരത്ത് കിടക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ മുന്നോട്ട് വന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങി ടിക്കറ്റ് എടുത്തു. തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് UTS ആപ്പിലെടുത്തു. അതും കഴിഞ്ഞിട്ട് ഇപ്പൊ ദാ വന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിൽ നിന്നെടുത്ത് തൊട്ടടുത്ത സ്റ്റേഷനായ എരണിയൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കുറച്ച് ക്രോസിംഗ് ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മെമുവിൻ്റെ ക്രോസിംഗ് കാണത്തില്ല. ബാക്കി 2 ക്രോസിംഗും കാണും. അതായത് നമ്മുടെ രണ്ട് ക്രോസിംഗ് ഉണ്ടാവും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഐലൻഡ് പിന്നെ നമ്മുടെ കൊച്ചുവേളി നാഗർകോവിൽ ഈ 2 വണ്ടികളുടെ ക്രോസിംഗ് ഉണ്ടാവുള്ളൂ. മെമു ഇന്നത്തെ ദിവസം കാണത്തില്ല. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് മെമു ഇന്നില്ല. എന്താ അവിടെ നിങ്ങൾക്ക് കാണാം NH നമ്മുടെ NH 66-ന്റെ ബൈപ്പാസ് ആണ് കാണുന്നത്. ആ ലോറി പോകുന്നത് തന്നെ NH 66 നമ്മുടെ കഴക്കൂട്ടൻകാരോട് പാതയാണ് കാണുന്നത്. ആ റോഡ് ഈ സ്റ്റേഷന്റെ തൊട്ടടുത്തൂടെയാണ് പോകുന്നത്. റെയിൽവേ അവിടെ നിന്ന് ഒരു സെക്കൻഡ് എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡ് എൻട്രൻസ് നാഗർകോവിൽ ടൗൺ സ്റ്റേഷന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് റെയിൽവേ ശ്രമിക്കുന്നുണ്ട്. സ്ഥലം നല്ല വിലയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വന്നാൽ അടിപൊളിയായിരിക്കും. കാരണം ഒരു NH ആണല്ലോ. ഒരു NH എന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻട്രി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നല്ല കാര്യമല്ലേ. അങ്ങ് ദൂരെയായിട്ട് കാട്ടുതീ കണ്ടോ നിങ്ങൾ? മലയില് കാട്ടുതീ പിടിച്ചിരിക്കുന്നത്. തീ കത്തുന്നുണ്ട് അവിടെ നല്ലപോലെ. അവിടെയൊക്കെ തീ കത്തുന്നുണ്ട്. ഇവിടെ ആ ഭാഗത്തായിട്ട് നല്ലപോലെ തീ കത്തുന്നുണ്ട്. നല്ല ഉണക്ക് സമയമാണല്ലോ, അതുകൊണ്ട് തീപിടുത്തമൊക്കെ സർവ്വസാധാരണമാണ്. അതിനും തീയിട്ടതാണോന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ വണ്ടി നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ വിട്ടിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് എരണിയിൽ എത്തുമ്പോഴാണ് വർക്കുകൾ കാണാനായിട്ടുള്ളത്. പിന്നെ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ലെവൽ ക്രോസുകൾ മാറ്റി സ്ഥാപിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇത് മാറ്റി സ്ഥാപിച്ച ഒരു ലെവൽ ക്രോസിന്റെ ബിൽഡിംഗ് ആണ്. പുതിയ ബിൽഡിംഗ് ആണ്. അപ്പുറത്തുണ്ടായിരുന്ന ലെവൽ ക്രോസിന് പകരം ഇപ്പുറത്തേക്ക് പുതിയ ബിൽഡിംഗ് സ്ഥാപിച്ചതാണ്. നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടുതീ പിടിച്ച ഭാഗം.
NH66 പാലം. പിന്നെ നമ്മുടെ വിരാണി ആളൂർ സ്റ്റേഷനിലെ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പുതിയ സ്റ്റേഷൻ്റെ പേരുള്ള ബോർഡൊക്കെ പുതിയതൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം. ആട്ടിൻകൂട്ടം. ആട്ടിൻകാട്ടമല്ല, ആട്ടിൻകൂട്ടം. ഇവിടേക്ക് കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ ഒരുപാടുണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ആക്റ്റീവ് ആണോ എന്ന് നല്ല ഡൗട്ടുണ്ട്. ഇതൊരു പുതിയ ബിൽഡിംഗ് ആണ്. ആ ഒരു ലെവൽ ക്രോസും പുതിയ ബിൽഡിംഗ് ആണ്. പാടശേഖരങ്ങൾ. ഇവിടെ നമ്മൾ നമ്മുടെ വിരാണി ആളൂർ സ്റ്റേഷൻ ആവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ആദ്യം ഒരു ലെവൽ ക്രോസ് കാണാം. ആ ലെവൽ ക്രോസ് കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് കാണാം. പുതിയ സ്റ്റേഷന്റെ ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാം. നിർമ്മാണത്തിലാണ്. ഫുട് ഓവർ ബ്രിഡ്ജ്, പിന്നെ ഷെൽട്ടറുകളൊക്കെ കാണാം. ഇതാണ് രണ്ടാമത്തെ പുതിയ ബോർഡ്. ഇതാണ് വിരാണി ആളൂർ സ്റ്റേഷന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത എരണിയിൽ വരെ നമുക്ക് കാര്യമായ വർക്കുകളൊന്നും ഇവിടെ ഇല്ല. വർക്കുകളെല്ലാം അപ്പുറത്തെ വശത്താണ്. അത് നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇനി ലെവൽ ക്രോസ് മാറ്റി വെക്കുന്ന വർക്കുകൾ മാത്രം ഈ സൈഡിൽ വരും. പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു.
കുറച്ച് ദൂരമായിട്ട് നമ്മുടെ പുതിയ NH കാണാം. മറ്റേ നമ്മുടെ എന്താ പറയുക, കഴക്കൂട്ടംകാരോട് കന്യാകുമാരി റോഡ് കാണാം. പക്ഷെ നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു വണ്ടി അതുവഴി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ആംഗിളിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ ആ വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എരണിയൽ സ്റ്റേഷൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ കാണിച്ചു തരാൻ പറ്റുന്നത്. അതൊരു പുതിയ ലെവൽ ക്രോസിന്റെ ബിൽഡിംഗ് ആണ്, പോയിന്റ്സ്മാന്റെ ബിൽഡിംഗ് ആണ്, സോറി ഗേറ്റ് കീപ്പറുടെ ബിൽഡിംഗ് ആണ്. ചെറിയ ചെറിയ ഇതുപോലുള്ള കുറ്റങ്ങൾ ക്ഷമിക്കുക, പറയുമ്പോൾ ഒരു പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകളൊക്കെ തെറ്റിപ്പോവാം. ഞാൻ ഒപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകാൻ ഞാൻ ശ്രമിക്കണം. വള്ളിയാറിന് കുറുകെയുള്ള പാലമായിരുന്നു ഈ കടന്നു പോയത്. ഇവിടെ കുറച്ച് മുന്നിലായിട്ട് റോഡ് അടച്ച് കൂട്ടിയിട്ടാണ് ഇപ്പോൾ പണി നടക്കുന്നത്. അതായത് ഈ റോഡാണ് അടച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. അടിയിൽ കൂടെ വണ്ടികൾ വിടില്ല. എരണിയൽ സ്റ്റേഷന്റെ തൊട്ടടുത്താണത്. ഇവിടെ മിക്കവാറും ഒരു ക്രോസിംഗ് ഉണ്ടാവും. നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ആണ്. ഐലൻഡ് എക്സ്പ്രസ് എവിടെ എത്തിയെന്ന് നോക്കാം. അതായത് കന്യാകുമാരിക്ക് പോകുന്ന ഐലൻഡാണ്. ഐലൻഡ് എക്സ്പ്രസ് നമുക്ക് വേണ്ടിയിട്ട് എരണിയലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് എരണിയലിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തങ്ങ് പോകും. ഇവിടെ നമുക്ക് എരണിയലിലെ യാർഡ് വർക്കുകൾ കാണാം. കാറ്റനറി ഒക്കെ പുതിയത് വന്നിട്ടുണ്ട്. നല്ല തോതിൽ വർക്ക് വരേണ്ട ഒരു സ്ഥലമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ 5 റോഡുകളാണ് മൊത്തം ഉണ്ടാവുക. എരണിയൽ സ്റ്റേഷൻ തൊട്ടപ്പുറത്ത് ഐലൻഡ് കിടപ്പുണ്ട്, കാണാം. ഐലൻഡ് എക്സ്പ്രസ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എരണിയലിൽ. പഴയ ഫുട് ഓവർ ബ്രിഡ്ജും പുതിയ ഫുട് ഓവർ ബ്രിഡ്ജും ആണ് കണ്ടത്. തൊട്ടടുത്തായിട്ടാണ് 2 ഫുട് ഓവർ ബ്രിഡ്ജ്.
കോട്ടയം വണ്ടി പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളെ ഇവിടെ പിടിച്ചത്. കോട്ടയം വണ്ടി കുഴുത്തറ എത്തിയാലേ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എരണിയൽ സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടയം വണ്ടി കുഴുത്തറ വിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം യാർഡിൻ്റെ വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പുതിയ ലൈനുകൾ വലിക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റനറി ഒക്കെ നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത് കാണാം. ഇലക്ട്രിക് പോൾസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എരണിയൽ സ്റ്റേഷൻ പിന്നിട്ട് നമ്മൾ കുഴുത്തറ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ സിഗ്നലിങ്ങിന്റെ റൂമാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം വർക്കുകളൊന്നും തന്നെയില്ല. നമ്മുടെ മറ്റേ പള്ളിയാടി സ്റ്റേഷൻ എത്തണം ഇനി വർക്ക് കാണണമെങ്കിൽ. പിന്നെ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ NH ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലവും വരും, പള്ളിയാടിക്ക് തൊട്ട് മുന്നേ ആയിട്ട്. ഈ ഭാഗങ്ങളിലൊക്കെ NH നമുക്ക് റെയിൽവേ ലൈനിന് പാരലായിട്ട് തന്നെയാണ് പോകുന്നത്, വലിയ ദൂരമൊന്നുമില്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു പുതിയ ഡബിളിങ്ങിന് വേണ്ടിയിട്ടുള്ള പോൾസ് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാം അത് ഡബിളിങ്ങിന് വേണ്ടിയിട്ടുള്ള പോൾസ് അല്ല, അത് പുതിയ ലൈന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്മുടെ 25 kV സിംഗിൾ ഫേസ് സപ്ലൈയുടെ ലൈൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പോൾസ് ആണ് അതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ആ മുകളിലൊക്കെ കൂടെ പോകുന്നത് 25 kV സിംഗിൾ ഫേസ് ലൈനാണ്. അതിനെ കുറച്ച് ദൂരത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഇപ്പം വണ്ടി ഓടുന്ന ലൈനിലേക്ക് തന്നെ ഫീഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്ട്രാ പോൾസ് വന്നത്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞത് ഡബിളിങ്ങിൻ്റെ ഭാഗമാണെന്നാണ്. നിലവിൽ എന്തായാലും അത് ഡബിളിങ്ങിൻ്റെ ഭാഗമല്ല. അപ്പോൾ നമ്മൾ എരണിയിൽ വിട്ട് സ്പീഡ് പിടിച്ചു. കോട്ടയം തൊട്ട് മുന്നേ ഉണ്ട്, അത് കാരണം ഇനിയിപ്പം നല്ല ടൈം എടുക്കും നമ്മളങ്ങ് ചെല്ലാനായിട്ട്. എന്നാലും വലിയ ലേറ്റൊന്നും ഇല്ല. കോട്ടയമാണ് ശരിക്കും ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോട്ടയം പറന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് അതായത് ജനശതാബ്ദി ഇല്ലാത്ത ദിവസമാണെങ്കിൽ മാത്രം തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ പുറപ്പെടും കോട്ടയം വണ്ടി. അല്ലെങ്കിൽ മെയിലിൻ്റെയും ജനശതാബ്ദിയുടെ ഒക്കെ പുറകിലേ വിടത്തുള്ളൂ. അതങ്ങനെ ഒരു വണ്ടി.
ഈ ഒരു ഭാഗത്ത് വലതുവശത്തായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പുതിയ മേൽപ്പാലം, അതായത് NH 66 ഭാഗമായിട്ടുള്ള പുതിയ മേൽപ്പാലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ കഴക്കൂട്ടം കാരോട് നിന്ന് കന്യാകുമാരി വരെ പോകുന്ന റോഡ് നമ്മുടെ റെയിൽവേ ലൈനിനെ ക്രോസ് ചെയ്യുന്നതാണ്. നമുക്ക് ദാഹിച്ചിട്ട് നമ്മൾ ഒരു കുപ്പി വെള്ളമാണ് വാങ്ങി കുടിച്ചത്. എൻ്റെ അമ്മോ, വല്ലാത്ത ദാഹമായിപ്പോയി. അന്തർദാഹം എന്നൊക്കെ പറയത്തില്ലേ, ആ അവസ്ഥയായിപ്പോയി. ഇതാണ് പള്ളിയാടി സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ പുതിയ ഫുട് ഓവർ നിങ്ങൾക്ക് കാണാം. അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ ഒരു പാലം വരേണ്ടതായിട്ടുണ്ട്. ഈ ചാല് നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ പാലം വരേണ്ടതായിട്ടുണ്ട്. ഇത് പുതിയ പ്ലാറ്റ്ഫോമിന്റെ വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോം, ഈ സൈഡിലുള്ള പ്ലാറ്റ്ഫോം അവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പഴയ പ്ലാറ്റ്ഫോമിനെ അവർക്ക് ഡെമോളിഷ് ചെയ്യാൻ. ഇപ്പോൾ പുതിയ പ്ലാറ്റ്ഫോമിന്റെ വർക്കുകൾ നടക്കുകയാണ്. നമ്മുടെ വണ്ടി കുരുത്തറ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പുതിയ പാർക്കിംഗ് ഏരിയയൊക്കെയാണ്. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് സ്കൂട്ടറുകൾക്കും കാറുകൾക്കും ഒക്കെ. നമുക്ക് എനിക്ക് ട്രിച്ചി വണ്ടി പിടിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻ കുഴിത്തറയാണ്. ട്രിവാൻഡ്രം പോകുന്നതിനെക്കാട്ടി എളുപ്പമാണ്. 17 കിലോമീറ്ററുകൾ നമുക്ക് വീട്ടിൽ നിന്ന്, ഒരു 20 കിലോമീറ്റർ അകത്തേ ഉള്ളൂ വീട്ടിൽ നിന്ന് കുഴിത്തറ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവരാണ് ഈ രാത്രിയിൽ ഈ റൂട്ടിൽ വർക്ക് നടത്തണ ട്രാക്ക് മെഷീനുകളാണിത്. ഇവിടെ സ്റ്റേബിൾ ചെയ്തിരിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നതെല്ലാം ഈ മെഷീനുകളാണ്. ഇത് കുഴിത്തറ ലെവൽ ക്രോസ് ആണ്. സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ലെവൽ ക്രോസ് ആണ്. ഇതിനപ്പുറത്താണ് ലെവലിംഗ് ഒക്കെ നടക്കുന്നത്. കാരണം വലിയ യാർഡാണല്ലോ, താരതമ്യേന വലിയ യാർഡായതുകൊണ്ട് ലൂപ്പൊക്കെ അതുപോലെ തന്നെ വലുതായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടം വരെയൊക്കെ നല്ലപോലെ ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങോട്ട് ഇവിടെ നിന്നായിരിക്കും ഡൈവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ ടണലിലേക്ക് കയറുകയാണ്. അപ്പൊ നമ്മള് കുഴിത്തറ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ബ്രേക്കായി. അത് നമ്മുടെ ചാർജ് കുറഞ്ഞു പോയതാണ്. അപ്പോൾ ഒന്ന് ചാർജൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ പാറശാലയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ദാനോച്ചപുരം സ്റ്റേഷൻ ആവുന്നു. അപ്പോൾ അവിടെ തൊട്ട് വീണ്ടും ഞാൻ റെക്കോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കാര്യമായ വർക്കുകളൊന്നും തന്നെ നടക്കുന്നില്ല. ഒട്ടും വർക്ക് നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണോ കാണിച്ചത് അത് തന്നെ ഉള്ളൂ. ഇവിടങ്ങളിലൊക്കെ നല്ലപോലെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ദാനോച്ചപുരത്ത് ആണെങ്കിൽ പോലും ഇവിടെ പുതിയൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ ഈ വശത്തായിട്ട് വരുന്നുണ്ട്. ഈ വലതുവശത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്നിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ ഒരു പാലം പൊളിച്ചു പണിയാനായിട്ട് പാലം അവർ പൊളിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ആരൊക്കെയോ കേസ് കൊടുത്ത് ആ പൊളിക്കുന്ന ഡേറ്റ് നീട്ടേണ്ടി വന്നു. അത് ഈ സ്ഥലത്തെ പാലമാണ്. പിന്നെ ഇവിടെ എല്ലാം വർക്കുകൾ നടക്കുന്നുണ്ട്. ശരിക്കും പുതിയ ട്രാക്ക് വരുന്നത് ഇടതുവശത്താണ്. പക്ഷെ ഈ സൈഡിലും ചെറിയ ചില ഇടങ്ങളിൽ മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിങ്ങൾക്ക് കാണാൻ ട്രാക്കിൽ ഒരു പുതിയ റെയിൽ കിടപ്പുണ്ട്. അത് രാത്രി സമയത്ത് ഈ റൂട്ടിലെ പഴയ റെയിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാത്രി സമയത്ത് ഇവിടങ്ങളിൽ റെയിൽ റീപ്ലേസ് ചെയ്യണ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മൾ അമരവിള സ്റ്റേഷൻ ആവുന്നു. അമരവിള ലെവൽ ക്രോസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സൈഡിൽ വർക്കിന് വേണ്ടിയിട്ട് അവർ പുതിയ വെള്ളത്തിൻ്റെ ചാലൊക്കെ അവർ നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പണിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം എക്സ്റ്റൻഷൻ വരും. അതുകൊണ്ടാണ് അവിടെ നീട്ടി പണിയുന്നത്. ഈ സൈഡിലായിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം വരേണ്ടത്. ഈ വലതുവശത്ത് ഇവിടെ പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് കഴിയുമ്പോഴത്തേക്കും പഴയ പ്ലാറ്റ്ഫോം അവർ പൊളിച്ച് പുതിയ പ്ലാറ്റ്ഫോം വഴിയായിരിക്കും ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ആ പഴയ പ്ലാറ്റ്ഫോം നിന്ന സ്ഥലത്ത് പുതിയ ട്രാക്ക് ഇടുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം വർദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നെയ്യാറ്റിൻകര സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലോട്ടുള്ള എൻട്രൻസ് ആണ്. ഹോം സിഗ്നൽ നമുക്ക് വലതുവശത്തായിട്ട് കാണാം. നെയ്യാറിന് കുറുകെയുള്ള പാലം കഴിഞ്ഞ ഉടനെ നെയ്യാറ്റിൻകര സ്റ്റേഷൻ എത്തുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സിഗ്നൽ നെയ്യാറ്റിൻകരയില്. മിക്കവാറും മറ്റേ നാറോല് വണ്ടി നമുക്ക് വേണ്ടി ഇവിടെ കാത്തു കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മെയിൻ ലൈനിൽ കൂടെ സ്കിപ്പ് ചെയ്ത് പോകാനാണ് സാധ്യത. നെയ്യാറ്റിൻകരയിൽ നല്ലപോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പുതിയ പ്ലാറ്റ്ഫോം ഒക്കെ അപ്പുറത്ത് പണിയുന്നുണ്ട്.
പാസഞ്ചർ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് കാണാം പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് അപ്പുറത്ത് നിർമ്മാണത്തിലാണ്. ഇതാണ് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കണ്ടെയ്നർ ടെർമിനലിന്റെ കേസ് പറഞ്ഞിരുന്നു. ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ ഇവിടെ ഓൾറെഡി വന്നത് കൊണ്ട് തന്നെ ഇനി ഇവിടെ ഈ പറയുന്ന തരത്തിലൊരു കണ്ടെയ്നർ ടെർമിനൽ അസാധ്യം എന്ന് തന്നെ പറയാം. കാരണം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ലെങ്ത് അവർക്ക് കണ്ടെയ്നേഴ്സ് നീക്കുവാനുള്ള ക്രെയിനുകളും മറ്റുമൊക്കെ അവർക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു ഓപ്ഷൻ ഇനി നെയ്യാറ്റിൻകരയിലില്ല. അപ്പോൾ ഇവിടം വരെ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ ലെവലിംഗ് വർക്കുകൾ നടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വലിയ യാർഡ് വരുന്നതുകൊണ്ട് തന്നെ അതേതോ ബട്ടൺ പ്രസ് ചെയ്ത വീഡിയോ നിന്നുപോയി. നിങ്ങൾക്ക് കാഴ്ചകൾ മിസ്സായില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഏതോ പാലം വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഗിർഡറുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പാലം വരുന്നുണ്ടെന്ന്. ഇതാ ഇവിടെ മേളിലായിട്ടാണ് ഒരു പുതിയ പാലം വരാൻ പോകുന്നത്. ഇപ്പൊ കടന്നുപോയ പാലത്തിന് പകരമായിട്ട് വലിയൊരു പാലം വരാനുണ്ട്. അപ്പൊ ആ പാലമാണ് അവിടെ പണി നടക്കുന്നത്. ഇവിടെ എന്താ പ്രകൃതിയായിട്ട് വർക്കുകൾ നടക്കുകയാണ്. ഈ ഒരു ഭാഗത്തോട്ട് ഈ വലതുവശത്തായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. അതായത് ട്രാക്ക് വരാൻ പോകുന്നത്, പുതിയ ട്രാക്ക്. കാരണം ഈ സൈഡിൽ കുറ്റികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം SRന്റെ വെള്ള ചുവപ്പ് നിറത്തിലുള്ള കുറ്റികൾ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു കുറ്റിയുണ്ട്. അപ്പൊ നമ്മൾ ബാലരാമപുരം സ്റ്റേഷന്റെ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. ബാലരാമപുരം സ്റ്റേഷന്റെ ആ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കൂട്ടർ ഓടിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഏരിയയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് പഴയ ലെവൽ ക്രോസ് ആണ്. അതിന് പകരം ഇവിടെ താഴെയായിട്ട് ഇപ്പോൾ അണ്ടർപാസ് വന്നു. അവിടെ പിന്നെ പണ്ടേ നീട്ടിയാണ് അണ്ടർപാസ് പണിതിരിക്കുന്നത്. അവിടെ പിന്നെ പുതിയ അണ്ടർപാസിന്റെ ആവശ്യമില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് അണ്ടർപാസ് നല്ല നീളത്തിലാണ്, വീതിക്കാണ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന കാടെല്ലാം നികത്തി ഇവിടെ വലിയ ഒരു യാർഡ് വരും. ഇപ്പൊ നിലവിൽ ഇവിടെ ഒരൊറ്റ ട്രാക്കല്ലേ ഉള്ളൂ. നല്ല വീതിക്ക് ഏകദേശം ഒരു 6 ട്രാക്കോളം ഇവിടെ വരും. ഈ കാണുന്ന റോഡ് ഉൾപ്പെടെ പോകാനാണ് സാധ്യത. ഇവിടെ എല്ലാം മേൽപ്പാലങ്ങളൊക്കെ ആയിരിക്കും. ഒരൊറ്റ ചവിട്ടുണ്ട് ടണലെത്തുമ്പോൾ. ഇവിടെയൊക്കെ വീടൊക്കെ പൊളിച്ച് വരുന്നുണ്ട്. മരങ്ങളൊക്കെ വെട്ടി ലെവൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല കാടുകളായിരുന്നു. അപ്പുറത്തൊക്കെ കുറേ മരങ്ങൾ വെട്ടിയതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബാലരാമപുരം ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
ടണലിലെ സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബോർഡുകളാണ്. പാസഞ്ചർ ട്രെയിനിന് 15, ഗുഡ്സ് ട്രെയിനിന് 30 ഇവിടെ സ്പീഡ് ലിമിറ്റ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം SRന്റെ മാർക്കിംഗ് ഉള്ള സ്ഥലങ്ങളിൽ ലെവലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെവലിംഗ് വർക്ക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വണ്ടികൾ പോകാനുള്ള വഴികളാണ് ഇപ്പോൾ തെളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടണലായതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത്രയും വീതിക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ഒരു ടണലും കൂടെ വരാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ രണ്ടാമത്തെ ടണൽ ചിലപ്പോൾ അത്രയും ദൂരത്തിലായിരിക്കാം. ഇവിടെയൊക്കെ ലെവലിംഗ് വർക്കുകൾ, ഇതൊക്കെ പുതിയ അപ്ഡേറ്റുകളാണ്. നല്ല തകൃതിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പം വണ്ടി മൊത്തം ടണലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി സ്പീഡ് പിടിക്കും. അടുത്ത ഇനി നേമത്തെ ഷണ്ടിങ് നെക്ക് കാണാം നമുക്ക് വലത് വശത്ത്. അത് കഴിഞ്ഞാൽ നേമത്തെ യാർഡ് കാണാം. ഇവിടെ വലത് വശത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം നേമം യാർഡ് അടുക്കുന്നുണ്ട്. നേമത്തെ ഷണ്ടിങ് നെക്ക് ഈ ഭാഗത്തായിട്ടാണ് വരിക. പിറ്റ് ലൈനുകളുടെ നിർമ്മാണം നടക്കുന്നത് നിങ്ങൾക്ക് കാണാം നേമത്ത്. അതോടൊപ്പം തന്നെ പുതിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഷെൽട്ടറുകൾ നിർമ്മാണത്തിലാണ്. തിരുവനന്തപുരം സൗത്ത് AK നേമം, ക്ഷമിക്കണം, എനിക്ക് ഇനിയും കുറേ നാളത്തേക്ക് എനിക്ക് ഈ പറഞ്ഞ നേമം തന്നെ വരത്തുള്ളൂ. കൊച്ചുകളുമായിട്ട് നിൽക്കും, നേമമായിട്ട് നിൽക്കും, പതിയെ മാറും. തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം നോർത്ത്, ഇത് ആ വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കോട്ടയം മിക്കവാറും അങ്ങ് കയറി കാണത്തില്ല, കാരണം ഇപ്പൊ 3:05 ആവുന്നേ ഉള്ളു. അപ്പൊ അവൻ ഔട്ടറി കാണും, അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ ചവിട്ടുന്നത്. 3 മണി ആവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഇന്റർസിറ്റി ഉണ്ട്, മെയിലും ഉണ്ട്. അപ്പൊ മെയിൽ എടുത്ത് കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിട്ട് നമ്മുടെ കോട്ടയത്തിനെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇവിടെ കിടക്കും. കോട്ടയം അകത്തോട്ട് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പ്രൊസീഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം സൗത്തിൽ കൊണ്ടുവന്ന് ഇന്റർസിറ്റി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കൃത്യം തിരുവനന്തപുരം വരെ വർക്ക് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജെമിനി കയറി വന്നു. വലിയ എന്താ പറയുക, മറ്റേ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, വലിയ ശല്യമാണ് അതിനെ കൊണ്ട്. വെറുതെ ഏതെങ്കിലും കീയൊക്കെ ഞെങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താനെ അത് കയറി വരും. അപ്പോൾ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ നിന്നു പോകും. ഇതാണ് ഓവർ റൺ ലൈന് തിരുവനന്തപുരം സൗത്ത് സ്റ്റേഷനിലെ. ഇവിടെ നിങ്ങൾക്ക് കാണാം
അതാ JCB ആ കുന്നിന്റെ മണ്ടയ്ക്ക് വേസ്റ്റ് എല്ലാം തള്ളി താഴോട്ടിടുവാണ്. കേരളത്തിൽ ആദ്യം ഡബിൾ ആവുന്ന സ്ട്രെച്ച് ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലപോലെ പാലങ്ങളൊക്കെ പണിയേണ്ടതുണ്ട്. എന്നാൽ നേമം തൊട്ട് പാറശാല വരെ, നമ്മുടെ നെയ്യാറ്റിൻകര തൊട്ട് പാറശാല വരെ നമ്മൾ നോക്കുമ്പം അങ്ങനെ കാര്യമായിട്ട് പാലങ്ങളൊന്നും പണിയാനില്ല. ഓൾറെഡി പണിയേണ്ട പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ടിലേത് വേണേലും ആദ്യം പണി തീരാം. നോക്കാം. എന്തായാലും ഇവിടെയൊക്കെ ഇടിച്ചു നിരത്തി മേളിലൊക്കെ ആൾക്കാരൊക്കെ സർവേക്കൊക്കെ നിൽക്കുന്നുണ്ട്. പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പോലീസിന്റെ സപ്പോർട്ടിലൊക്കെയാണ് സർവേ ഒക്കെ നടക്കുന്നത്. ആളുകൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. പണമൊക്കെ കിട്ടിയാൽ പോലും അവർക്കുള്ള വഴിയൊക്കെ പോരെന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്ക് കാണുമല്ലോ. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എസ്റ്റേറ്റ്, പാപ്പനംകോട് എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ കഴിഞ്ഞ പാലം എന്ന് പറയുന്നതാണ് മറ്റേ സ്റ്റുഡിയോ റോഡ്, വെള്ളായണി എന്നുള്ള സ്റ്റുഡിയോ റോഡ്. അപ്പൊ അതിനുശേഷം നമ്മൾ പാപ്പനംകോട് എസ്റ്റേറ്റ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഓരോ തവണ ഇവിടെ വരുമ്പോഴും വ്യത്യസ്തമായ സീനുകളാണ് കാണാൻ കിട്ടുന്നത്. എന്തായാലും നല്ല പ്രകൃതിയായിട്ട് തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ കരമനയാറാവുന്നു. ഇതാണ് ആ പാപ്പനംകോട് ഭാഗത്തു നിന്നുള്ള ലെവൽ ക്രോസ്. മൂന്നാമത്തെ ലെവൽ ക്രോസ് ആണ് തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞ നാറോൽ ഭാഗത്തേക്ക്. മൂന്ന് ലൈൻ പണിയാൻ വേണ്ട സ്ഥലം പിടിച്ചാണ് ഇവിടെ എല്ലാം പണി നടക്കുന്നത്. ഇത്രയും സ്ഥലം മതി 3 ലൈൻ പണിയാനായിട്ട്. നമ്മൾ 3rd ലൈൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ബിറ്റ്വീൻ കൊച്ചുവേളി ആൻഡ് ട്രിവാൻഡ്രം. അപ്പൊ ഇതാ നമ്മളെ കരമന അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ സിഗ്നൽ കിട്ടാൻ കുറച്ചു നേരം പുറത്ത് കിടക്കേണ്ടി വരും. എന്നാലും അങ്ങ് കയറി പോകുമെന്ന് വിചാരിക്കാം.
അപ്പം നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല, വണ്ടി ചവിട്ടുവാണ്. പിന്നെ സിഗ്നൽ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കോട്ടയം അങ്ങോട്ട് കയറിപ്പോയിട്ടുള്ളതല്ലേ ഉള്ളൂ. കോട്ടയമൊക്കെ വെളിയിൽ, കോട്ടയം സ്റ്റേഷനിൽ നിന്ന് വിടുമ്പം ഏകദേശം 3:10 കാരണം മറ്റേ നമ്മുടെ മെയിലിൻ്റെ പുറകിൽ മാത്രമേ കോട്ടയത്തിന് സിഗ്നൽ കിട്ടത്തുള്ളൂ പോകാനായിട്ട്. ഉർവശി ശാപം ഉപകാരം. ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി അതാ കുറച്ച് പേര് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കരമന ഭാഗത്ത് പോകേണ്ടവരായിരിക്കും. അവരിതാ നേരെ ലെവൽ ക്രോസിൽ ഇറങ്ങിയിട്ടുണ്ട്. കൺട്രോളർക്ക് സ്തുതി. അപ്പം നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് കയറാനായിട്ട് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ വന്നിറങ്ങിയവരെന്തായാലും അവിടെ നിന്ന് കരമനയ്ക്ക് പോകാനുള്ളവരാണ്. പുറകിൽ 3 ഓട്ടോ കിടപ്പുണ്ട്. ആ 3 ഓട്ടോയിൽ ഏത് വേണേലും അവർക്ക് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൺട്രോളറുടെ ലീലാവിലാസങ്ങൾ. അവരുടെ പ്രാർത്ഥനയിൽ കൺട്രോളറെ സ്മരിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടങ്ങളിലും. ഈ കാണുന്ന സ്ഥലത്ത്, തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് വർക്കുകൾ കുറച്ചാണ് നടക്കുന്നതെങ്കിലും കുറച്ച് മുന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നതായിട്ട് കാണാം. അങ്ങ് ദൂരെയായിട്ട് മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നത് കാണാം. ഇത് ആദ്യത്തെ ലെവൽ ക്രോസ് ആണ് ഞാൻ പറഞ്ഞത്. കണ്ടോ ഇവിടെയൊക്കെ ഇത് നമ്മൾ കിള്ളിയാറാണ്. കിള്ളിയാറിന് പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ വർക്കുകൾ നടക്കുന്നുണ്ട്. മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കാണാം. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മൊത്തം അഴുക്കും കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു. അതൊക്കെ ലെവലാക്കി. അപ്പോൾ നമ്മുടെ ഡബിളിംഗ് അപ്ഡേറ്റ്സിൻ്റെ 2ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത മാസം അടുത്ത വീഡിയോ എടുക്കാം. ഈ ഒരു മാസത്തെ അപ്ഡേറ്റ് ആയി. നമ്മൾ കുറച്ച് സമയം കൊടുക്കണമല്ലോ, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളിത് ആ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോയെ പറ്റിയുള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.